ഗായ്സ് മിഷൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ഒരു ബാഡ്ജ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് എടുക്കാം. ഇവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമായി ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഭാഗം 9 സെൻറ്റിമീറ്ററും മറ്റേ ഭാഗം 6 സെൻറ്റിമീറ്ററാണ് അടിക്കേണ്ടത്. മറ്റേ 6 സെൻറ്റിമീറ്ററിനെ 3ആയി ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ അത് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ പുറം ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ കളിയിലും 2 ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഓറഞ്ച് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗം 2 സെൻറ്റിമീറ്റർ ഒരു ഭാഗം 9 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പേപ്പർ എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് മെഷറൊന്നും ഇല്ലാണ്ട് ഇത് വെച്ച് കൊടുക്കാം. അത് ഗ്രീൻ പേപ്പറാണ് വെച്ചുകൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ വൈറ്റും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മുകളിൽ അടയാളപ്പെടുത്തിയ മെഷറിൽ തന്നെ മുറിച്ചാൽ മതി. അപ്പം 3 കിട്ടും. അപ്പം നമ്മൾ ഇത് 3 മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. ആദ്യം നമ്മൾ ഓറഞ്ചിൽ ഗമ്മാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഓറഞ്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താല് ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഗ്രീനും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വൈറ്റ് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ കളർ വൈറ്റ് തന്നെയാണ് എടുത്തത്. എന്നാലും നമ്മൾ കുറച്ച് ഭംഗിക്ക് വേണ്ടി അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അശോക ചക്രം വേണം. അതിന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു മൂടി എടുത്ത് സർക്കിൾ വരക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 24 ചക്രം വരക്കണം. അതിനു വേണ്ടി ആദ്യം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെയും വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഓരോ വരച്ച കള്ളിയിലും 2 ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ കള്ളിയിലും 4 ഇതായി കിട്ടും. ഓരോ ട്രയാങ്കിളിൻ്റെ ഉള്ളിലും 2 ആയിട്ടാണ് വരിക. ടോട്ടൽ 24 വേണം. ഓരോ അളവിൽ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം.
ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അത് ആദ്യം നമുക്ക് സെൻറ്റർ കണ്ടുപിടിച്ച് അത് അവിടെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ 9ൻ്റെ പകുതി 4.5 6ൻ്റെ പകുതി 3 അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തതിൻ്റെ സെൻറ്റർ വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ടുള്ള അത് വരക്കണം. അതിനുവേണ്ടി 1 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ഉള്ള ഒരു ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 കട്ട് ചെയ്യണം. താഴെ ഇങ്ങോട്ടുനിന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഗമ്മാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നടുക്ക് വൈറ്റ് വെച്ച് കൊടുക്കാം. ഇടത്തെ സൈഡ് ഗ്രീനും വലത്തെ സൈഡ് ഓറഞ്ചുമാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഇത് ബ്യൂട്ടിഫുള്ളായി കിട്ടിയിട്ടുണ്ട്. ഒരു പിന്നെടുത്ത് എങ്ങനെ വെച്ചാൽ ഡ്രസ്സിനെല്ലാം കുത്താവുന്നതാണ്. ഒരു ചെറിയ പീസ് പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ ഗമ്മാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ ഷർട്ടിനെ കുത്തി കാണിച്ചു തരാം. അപ്പം ഞാൻ ഇന്നത്തെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പങ്കെടുത്തിട്ടേക്കണം. ബൈ.